ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ ദിവസം ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് പാറുവിനും ലച്ചുവിനും സ്കൂളിൽ പോകണം. അപ്പോൾ രണ്ട് പേരെ ഇപ്പോൾ ബസ്സിലാണ്. ലച്ചുവിനെ ഞാനിപ്പോൾ ബസ്സിലാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 5:45 ആകുമ്പോൾ ഞാൻ എണീക്കും. 5:45, 5:50 അത് കഴിഞ്ഞ് പോകത്തില്ല കേട്ടോ. പിന്നെ അവധി ദിവസമാണെങ്കിൽ ലേറ്റായിട്ട് എണീക്കത്തുള്ളൂ. 6:30 കഴിയും. അത് പറയണമല്ലോ. അപ്പം രാവിലെ തന്നെ ആ ഡോറ് തുറന്നപ്പം നല്ല തണുപ്പ്, രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു. വെളുപ്പിനെ മഴ പെയ്തു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ആണല്ലോ വേണ്ടത്. അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് ഇത് എനിക്ക് നിർബന്ധമാണ്. എൻ്റെ എല്ലാ രാവിലത്തെ വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടാവും. രാവിലെയും വൈകിട്ടും ഞാൻ കത്തിക്കും കേട്ടോ. കിച്ചണിലോ ഡൈനിങ് ഏരിയയിലോ ഒക്കെ കത്തിക്കും. അപ്പം നമുക്ക് ആകെ ഒരു ഫ്രഷ്നെസ് കിട്ടും. ഇനി നമുക്ക് ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ചായക്ക് വെച്ചു. അപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ചായ ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഇന്ന് ഞാൻ രണ്ടുപേർക്കും ചോറാണ് കൊടുത്തു വിടുന്നത്. കാരണം എനിക്ക് ഇന്നലെ വെച്ച കടലക്കറിയുണ്ട്, രാവിലെ വെച്ച കടലക്കറിയുണ്ട്. അപ്പം രാവിലത്തേക്ക് അത് മതി. അപ്പോൾ ഈ കറി ഞാൻ ഫ്രഷായിട്ടല്ല വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുലാവ് അല്ലെങ്കിൽ ചോറൊക്കെയാണ് കൊടുത്തു വിടുന്നത്. പുലാവ് ആവാം, ഫ്രൈഡ് റൈസ് ആവാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഒരു പുലാവോ ഫ്രൈഡ് റൈസോ വരും, ഒരു ദിവസം ചോറും വരും. അപ്പോൾ ഇന്ന് ഇലയിൽ തന്നെ വേണമെന്ന് ലച്ചു പറഞ്ഞു. അപ്പം ഇലയിൽ തന്നെ കൊടുക്കാമെന്നൊക്കെ കരുതി. നമുക്കിവിടെ വീട്ടിൽ കുഞ്ഞൊരു വാഴയുള്ളൂ കേട്ടോ. അപ്പുറത്ത് വാഴയുണ്ട്, പക്ഷേ മഴ ആയതുകൊണ്ട് എനിക്ക് പോയി പിച്ചാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ നമുക്ക് ചായ ഇട്ടതിന് ശേഷം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പനിക്കൂർക്ക ഇട്ട വെള്ളമാണ് നമ്മളിവിടെ കുടിക്കുന്നത്. കുറേ നാളായിട്ട് അങ്ങനെയാണ്. പിന്നെ പയറും ക്യാരറ്റും സവാളയും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിമ്പിൾ പയർ തോരനും കൂടെ ഉണ്ടാക്കണം അവർക്ക് വേണ്ടിയിട്ട്. ചായ കുടിച്ചുകൊണ്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് കരുതി. അതിനിടയ്ക്ക് ഞാൻ അരിയും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മറ്റേ റൈസ് കുക്കർ ഉണ്ടല്ലോ, റൈസ് കുക്കറിനാണോ അതിന് പറയുന്നത്, അതിനകത്ത് ഇറക്കി വെക്കും. ഒരു കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ എടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് ഊറ്റുവാണ്. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും, കുറച്ച് അരി ഇടുന്നുണ്ട്. പിന്നെന്താ, നമുക്ക് മിക്ക ദിവസം പേരക്ക ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയൊക്കെ പിച്ചണേ. കുറച്ച് കറിവേപ്പില ചമ്മന്തി അരയ്ക്കണം, കറിവേപ്പില പിച്ചണം. ഇത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക, ഇതിൻ്റെ ഇലയൊക്കെ ഒത്തിരി കേടായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ 1-2 കമ്പൂടൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ഇല പിച്ചാൻ ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനെ കുത്തൂത്ത് വീണേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇലയൊന്നും ഞാൻ എടുക്കത്തില്ല. ഇനി നമുക്ക് പത്രം എടുക്കണം, ഗേറ്റ് തുറക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെള്ളത്തിന് വെച്ചു. തോരനും കറിവേപ്പൊക്കെ ഇട്ടത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഞാനിപ്പം ചതയ്ക്കത്തില്ല തേങ്ങ, കാരണം പിള്ളേർക്ക് അങ്ങനെ നിർബന്ധമില്ല. പിന്നെ ഇവിടെ ലച്ചുവിനാണെങ്കിൽ ജീരകമൊക്കെ കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ മിക്സിയിൽ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ കൂടിയിട്ട് ചതയ്ക്കുന്ന ആ ഒരു സംഭവം ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചമ്മന്തിയും കൂടെ അരയ്ക്കാം. മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. അതും അരച്ച് ഇനി നമുക്ക് കടലക്കറിയൊക്കെ ചൂടാക്കണം. അതേപോലെ മുട്ട വറക്കാനുള്ളതും കൂടെ അടിച്ചു വെക്കാം. അപ്പോൾ എല്ലാ ജോലിയും ഒരുവിധം ഒതുക്കിയിട്ടായിരിക്കും ഞാനൊന്ന് പോയി കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നത്. മുട്ട അടിച്ച് വെച്ചിട്ട് നമുക്കിനി തുണി കഴുകാനുണ്ട്, അത് വാഷിംഗ് മെഷീനിലിടാം. കൈക്ക് കഴുകാനുള്ളത് ഞാൻ മുക്കിയും വെക്കും. അപ്പോൾ കൈക്ക് ഞാൻ കഴുകുന്നതെന്ന് വെച്ചാൽ ഈ പിള്ളേരുടെ വൈറ്റ് യൂണിഫോമിൻ്റെ ഷർട്ട്, പിന്നെ കളർ ഇളകുന്നതോ അങ്ങനെയൊക്കെ നല്ല ടോപ്പ്, അതൊക്കെയാണ്. അല്ലാത്ത എല്ലാം ഇപ്പം വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത്. അത് ഞാൻ കൈക്ക് കഴുകുന്ന ഷാമ്പൂവിലാണ് മുക്കി വെക്കുന്നത്. പിന്നെ ഫ്രീ ആകുമ്പോൾ കഴുകിയെടുക്കും. അപ്പോൾ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രഷായിട്ടൊക്കെ വരാം. ഇനി രാവിലെ നമുക്ക് വിളക്ക് കത്തിക്കണം. അപ്പോൾ ഞാൻ പറ്റുന്ന ദിവസം എല്ലാം വിളക്ക് കത്തിക്കും. അത് നമുക്കൊരു ഒരു പോസിറ്റീവ് ഒരിതാണ്. വിളക്ക് കത്തിക്കും. പിന്നെ വിളക്ക് കത്തിക്കുന്ന മുറിയിൽ തന്നെ ചന്ദനത്തിരിയോടൊപ്പം ഞാൻ ഈ ഒരു കോണും കത്തിച്ച് വെക്കാറുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാം. അപ്പം ചൂടുന്നതിനോടൊപ്പം തന്നെ ഞാൻ കടലക്കറി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തീ അല്പം കൂടുതലാണ്. അപ്പോൾ കടലക്കറി ചൂടാക്കിയതിന് ശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ ഒരു കിച്ചൺ എന്താ ഉപയോഗിക്കാത്തതെന്ന്. ഇപ്പോൾ ഞാൻ പല വീഡിയോസിൽ പറയുന്നുണ്ട് ഞാൻ ഈ കിച്ചൺ ഉപയോഗിക്കുന്നുണ്ട്. കുക്കർ സംഭവങ്ങളോ അല്ലെ തിളച്ച് തൂങ്ങിപ്പോകുന്ന സാധനങ്ങളൊന്നും വെച്ച് ഉപയോഗിക്കത്തില്ലെന്നേ ഉള്ളൂ. വെള്ളം ഇവിടെയാണ് തിളപ്പിക്കുന്നത്. പിന്നെ അപ്പം, ദോശ അതൊക്കെ ചുടും. അങ്ങനത്തെ പരിപാടീസൊക്കെ ഞാൻ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നതൊക്കെ. അപ്പം പക്ഷേ നമുക്ക് ഉപയോഗിക്കാനാണല്ലോ ഇതെല്ലാം വെച്ചേക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ഓർക്കും എല്ലാം നമ്മൾ യൂസ് ചെയ്യണമല്ലോ എന്നുള്ളത്. ഇപ്പം ടൈം 7 മണി ആകുന്നുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ പാറുവിനെ വിളിക്കും. ഞാൻ നേരത്തെയൊക്കെ കുറച്ചുകൂടെ മുന്നേ ഒരു 6:45 ആകുമ്പോൾ വിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം പനിയും ചുമയും ആകെ തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ഞാൻ 7 മണിയായിട്ടേ വിളിക്കത്തുള്ളൂ. അപ്പം ഭയങ്കര അലർജിക്കൊക്കെയാണ്. അപ്പം നമുക്ക് രാവിലെ തന്നെ കൊച്ചുങ്ങളെ വിളിച്ചവർക്ക് വെളിയിലൊക്കെ നിർത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പാറുവിനെ ഞാൻ വിളിച്ച് ബ്രഷ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് അവൾ വന്ന് ചായയൊക്കെ കുടിച്ചോളൂ. അതിനിടയ്ക്ക് വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പാറുവിനെ ഫ്രഷ് ആക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള മുട്ടയും കൂടെ വറുത്ത് വെക്കാം.
എന്നിട്ട് ഞാൻ ഇല പിച്ചാൻ വേണ്ടിയിട്ട് പോയി. അതാണ് നമ്മുടെ കുഞ്ഞു വാഴ. പിന്നെ വേറൊരു വാഴ വെച്ചത് ചീത്തയായിപ്പോയി വെള്ളം നിന്ന്. പിന്നെ ഒരു കുഞ്ഞു വാഴ കിളിച്ച് വരുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അതിന് കിളിച്ചൊക്കെ വരണം. ഈ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം നിൽക്കും, അവിടെ കുറച്ച് താന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വെള്ളം നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പാട്. അതുപോലെ ഭയങ്കരമായിട്ട് പോച്ച കയറുന്നുണ്ട്. ഞാൻ വീറ്റ് മാറ്റ് ഇട്ടെടുത്തൊക്കെ നല്ലതുപോലെ കിടക്കുന്നുണ്ട്, നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. അല്ലാത്തടത്തെല്ലാം പോച്ച കയറുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പാറുവിനെ പോയി റെഡിയാക്കിയിട്ടുണ്ട്. പാറു യൂണിഫോമൊക്കെ ഇട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആയി. ലച്ചുവിനെ വിളിച്ച് ചായയൊക്കെ കൊടുത്ത് ലച്ചുവും അവിടെ പാറുവിൻ്റെ അടുത്തൊക്കെ ഇരിപ്പുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇവർക്ക് കൊണ്ടുപോകാനുള്ള പൊതിയൊക്കെ സെറ്റാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. പിന്നെ നമുക്ക് കൊണ്ടുപോകാനറിയാമല്ലോ, ചമ്മന്തി ഉണ്ട്, തോരനുണ്ട്, മുട്ട വറുത്തതുണ്ട്. പാറുവിന് മാത്രം ഞാൻ അച്ചാർ വെക്കുന്നു. ലച്ചു എന്തായാലും അച്ചാർ കഴിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് വെച്ചില്ല. എന്നിട്ട് ഇവരുടെ ടിഫിനകത്ത് ആ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള സംഭവം മാറ്റിയിട്ട് അതിൽ തന്നെയാണ് പൊതി വെച്ചത്. എന്നിട്ട് ഞങ്ങൾ പാറുവിനെ വിടാൻ പോയി. പാറുവിൻ്റെ ബസ് വരും. അത് കഴിഞ്ഞിട്ട് വന്ന് ലച്ചുവിനെ ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്ത് ലച്ചുവിൻ്റെയും ബസ് ഒരു 9 മണിക്ക് മുമ്പ് എന്തായാലും വരും. 8:45 9 മണിക്ക് അകത്ത് വരും. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ തിരക്ക് പിടിച്ച ഒരു ദിവസം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും പിന്നെ തുണി എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ കഴുകും, തുണി വിരിച്ചിടും, ബാക്കി കുക്കിങ്ങൊക്കെ ചെയ്യും. ഇനി എനിക്ക് മീൻ വറുത്താൽ മാത്രം മതി. പിന്നെ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.